ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് കോൺഗ്രസ് നേതാവായ ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ. ഒപ്പം തന്നെ വയനാട് ഡി.സി.സി. പ്രസിഡന്റ്, അവിടുത്തെ കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റായ എൻ.ഡി. അപ്പച്ചൻ, ഇവർ രണ്ടുപേരും വയനാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ നമ്മുടെ മുൻപിലേക്ക് വരുന്നത്. ഈ കേസിൽ പ്രതി ചേർത്തോടു കൂടിയാണ് രണ്ടുപേരും മുങ്ങിയതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അനൂപ് വയനാട്ടിൽ നിന്ന് ചേരുകയാണ് വാർത്തയുടെ സമഗ്ര വിവരങ്ങളുമായി. അനൂപ്, ഐ.സി. ബാലകൃഷ്ണനും ഒപ്പം തന്നെ എൻ.ഡി. അപ്പച്ചനും ഇപ്പോൾ എൻ.എം. വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതികളാണ്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയിരിക്കുന്നു. ഇതിനുശേഷം ഇവർ രണ്ടുപേരും വയനാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണോ? ഫോൺ അടക്കം സ്വിച്ച് ഓഫ് ആണോ? മനു, ഇവരുടെ എല്ലാം ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. വയനാട്ടിൽ ഇവരാരും ഇല്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതായത് എം.എൽ.എ. ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എ. ഹോസ്റ്റലിലുണ്ട് എന്നാണ് എം.എൽ.എയുടെ ഓഫീസ് പറയുന്നത്. എന്നാൽ എൻ.ഡി. അപ്പച്ചന്റെയും കെ.കെ. ഗോപിനാഥൻ മാസ്റ്ററുടെയും കെ.കെ. ഗോപിനാഥിന്റെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. അവർ എവിടെയുണ്ടെന്ന് അറിയില്ല. വയനാട്ടിലില്ല എന്നാണ് നാം അന്വേഷിക്കുമ്പോൾ ലഭിക്കുന്ന വിവരം. കെ.കെ. ഗോപിനാഥൻ കഴിഞ്ഞ തലേന്ന് തന്നെ ഈ വിധി വന്ന അല്ലെങ്കിൽ ചോദിക്കണം ഈ സംഭവത്തിൽ ആത്മഹത്യാ പ്രേരണ കേസ് ചുമത്തിയ അന്ന് തന്നെ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നതായാണ് വിവരം. അദ്ദേഹം തന്നെ അത് പറഞ്ഞതാണ്. ഏതായാലും ഹൈക്കോടതിയെ സമീപിച്ച് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കുള്ള ശ്രമമാണ് കെ.കെ. ഗോപിനാഥൻ നടത്തുന്നത്. കൽപ്പറ്റ കോടതിയിലാണ് ഐ.സി. ബാലകൃഷ്ണൻ എം.എൽ.എയും എൻ.ഡി. അപ്പച്ചൻ ഡി.സി.സി. പ്രസിഡന്റും ഇതുമായി ബന്ധപ്പെട്ട് ജാമ്യാപേക്ഷ നൽകിയിരിക്കുന്നത്. ജാമ്യാപേക്ഷ എന്നാൽ ഇത് പരിഗണിക്കുക തിങ്കളാഴ്ച ആയിരിക്കും. അതുകൊണ്ടായിരിക്കാം അവർ ഈ വയനാട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഏതായാലും വയനാട്ടിൽ നിന്ന് അവർ പൂർണ്ണമായും മാറി നിൽക്കുക. ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഭയക്കുന്നുണ്ടോ ഈ നേതാക്കൾ? അതുകൊണ്ടാണോ ഇപ്പോൾ മുങ്ങിയത്? തീർച്ചയായും അറസ്റ്റ് ഭയക്കുന്നുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആത്മഹത്യാ പ്രേരണ കേസുമായി ചുമത്തിയ കേസിലെ പ്രധാനപ്പെട്ട തെളിവുകളാണ്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് പോലീസ് നിർബന്ധമായും കടക്കേണ്ട സാഹചര്യമുണ്ട്. കഴിഞ്ഞ ദിവസമെല്ലാം 30ഓളം പേരുടെ മൊഴികളാണ് പോലീസ് കേസുമായി ബന്ധപ്പെട്ട് ശേഖരിച്ചത്. അത് മാത്രമല്ല ഒട്ടേറെ ഫോൺ രേഖകൾ, ശാസ്ത്രീയ തെളിവുകൾ എല്ലാം ശേഖരിച്ചിരുന്നു. അതിൽ തന്നെ ഈ ആത്മഹത്യാക്കുറിപ്പ് മാത്രമല്ല, ഈ ആത്മഹത്യാ പ്രേരണ കേസിന് അനുബന്ധ തെളിവായി പോലീസ് ശക്തമായ തെളിവായി സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട്. മറ്റ് ചില ഡിജിറ്റൽ തെളിവുകളും മറ്റും പോലീസിന്റെ കയ്യിലുണ്ട്. അത് ഇപ്പോൾ കോടതിയിൽ സമർപ്പിച്ചേക്കും പോലീസ് ഉടൻ തന്നെ. അതിലെല്ലാം തന്നെ വളരെ നിർണായകമായ ചില തെളിവുകൾ ഉണ്ട് എന്നുള്ളൊരു സൂചന കഴിഞ്ഞ ദിവസം പോലീസ് നൽകിയിരുന്നു. ഏതായാലും ശക്തമായ തെളിവുകളാണ് ഈ കേസിന് ആസ്പദമായുള്ളത്, അടിസ്ഥാനമായുള്ളത്. അതുകൊണ്ട് തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് സ്വാഭാവികമായും പോലീസിനെ കടക്കേണ്ട സാഹചര്യമുണ്ട്. അല്ല അനൂപ, ഞങ്ങൾക്ക് ഒന്നിനെയും ഭയമില്ല, കാരണം ഞങ്ങളൊക്കെ വലിയ നിരപരാധികളാണ്, വലിയ മാന്യന്മാരാണ് എന്നായിരുന്നല്ലോ പറഞ്ഞിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവരൊക്കെ ഈ ഫോണും സ്വിച്ച് ഓഫ് ആക്കി മുങ്ങേണ്ട വല്ല കാര്യവുമുണ്ടോ? അപ്പോൾ ഇത് കോൺഗ്രസ് നേതാക്കൾ വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് ഈ കേസ് അവരുടെ നേതൃത്വത്തിന് നേരെ വരികയാണ് എന്ന് മനസ്സിലാക്കുന്നുവല്ലേ നേതൃത്വം? അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാറി നിൽക്കുന്നത് എന്ന് ചിലരൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പക്ഷേ മാറി നിൽക്കുന്നതല്ല, മുങ്ങി എന്ന് തന്നെ പറയണം. ഈ വിധത്തിലൊരു സാഹചര്യമാണ് മനു ഏതായാലും അതിലുള്ളത്. ഈ തിങ്കളാഴ്ച ആയിരിക്കും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുക. അതുവരെ ഈ വിധത്തിൽ മനു സൂചിപ്പിച്ചതുപോലെ അവർക്ക് ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് എന്നുള്ളത് നമുക്കറിയാമല്ലോ. ഏതായാലും ഈ ആത്മഹത്യാ പ്രേരണ കേസിൽ പ്രതിയായതോടുകൂടി ഐ.സി. ബാലകൃഷ്ണൻ രാജിവെക്കണമെന്നുള്ള ആവശ്യമെല്ലാം വലിയ ശക്തമാവുന്ന ഒരു സാഹചര്യമുണ്ട്. രാജി അനിവാര്യവുമാണ്. ഈ ഇതിന്റെ ആത്മഹത്യാ കുറിപ്പിൽ മരണത്തിന് കാരണക്കാരനായ എം.എൽ.എയുടെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നാം പ്രതിയാണ് ഈ കേസിൽ ഐ.സി. ബാലകൃഷ്ണൻ. പ്രേരണ കേസിൽ ഒന്നാം പ്രതിയാണ്. എം.എൽ.എ. സ്ഥാനത്ത് തുടരാൻ അർഹതയില്ലെന്ന ചർച്ച വയനാട്ടിൽ വളരെ ശക്തമായി ഉണ്ട്. അത് പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഡിവൈഎഫ്ഐയുടെ വലിയ പ്രതിഷേധം നടന്നു. തിങ്കളാഴ്ച ഇനി CPM സംസ്ഥാന സെക്രട്ടറി പങ്കെടുക്കുന്ന പ്രതിഷേധ സദസ്സ് ബത്തേരി നടക്കാനിരിക്കുന്ന വിധത്തിൽ ശക്തമായ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്തും തുടരുകയാണ്. അതിനിടെയാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി നേതാക്കൾ കോടതിയെ സമീപിച്ചത്. പ്രത്യക്ഷത്തിൽ അവർ മുങ്ങിയതായി തന്നെ നമുക്ക് സംശയിക്കാം. അവരുടെ ഫോണുകൾ ഒന്നും സ്വിച്ച് ഓഫ് അല്ല. ആരുമായും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല. എൻ.ഡി. അപ്പച്ചി ഒന്നും കഴിഞ്ഞ ദിവസം വൈകിട്ട് തന്നെ എം.എൽ.എ. ഓഫീസിലെ ആളുണ്ട്. എം.എൽ.എ. ഓഫീസിൽ അറിയിക്കുന്നത് എം.എൽ.എ. ഹോസ്റ്റലിൽ തിരുവനന്തപുരത്തുണ്ട് എന്നുള്ളതാണ്. എന്നാൽ അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊന്നും തന്നെ തിരുവനന്തപുരത്തുള്ള ഐ.സി. ബാലകൃഷ്ണന് ഏതായാലും ഫോൺ ഓഫ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ. നേതാക്കളുടെ ഒന്നും ഫോണുണ്ട്. ഇപ്പൊ ഗോപിനാഥൻ കെ.കെ. ഗോപിനാഥനെ രാവിലെ വിളിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ട്. എന്നാൽ നിരന്തരം വെച്ചിട്ട് എടുക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നമ്മോട് സംസാരിച്ച വ്യക്തിയാണ്. ഏതായാലും ആ വിധത്തിൽ കേസ് നിയമപരമായി നേരിടുമെന്നാണ് കെ.കെ. ഗോപിനാഥൻ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കഴിഞ്ഞ ദിവസമെല്ലാം കേസ് ചുമത്തപ്പെടുന്ന സാഹചര്യത്തിൽ പറഞ്ഞത്. എന്നാൽ പിന്നീട് അവർ അപ്രത്യക്ഷരായി എന്നുള്ളതാണ്.
വലിയ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൻ വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ KPCC സമിതി കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ കുടുംബത്തെ സന്ദർശിക്കുകയും അത് ഒരു അന്വേഷണ സമിതിയായാണ് വയനാട്ടിൽ എത്തിയതെങ്കിലും അവർ പിന്നീട് ഒരു ഒത്തുതീർപ്പ് ഫോർമുല കുടുംബത്തിന് മുന്നിൽ വെക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഏതായാലും പണം ഈ വലിയ സാമ്പത്തിക ബാധ്യത തങ്ങൾ ഏറ്റെടുക്കാമെന്നൊരു ഉറപ്പ് കുടുംബത്തിന് നൽകി എന്ന് അവർ പറയുന്നു. ഏതായാലും അത് ആ ഉറപ്പിൽ, അതായത് ഈ NM വിജയന് വന്നിരിക്കുന്ന ബാധ്യത ഏറ്റെടുക്കാം എന്ന ഉറപ്പാണല്ലോ കുടുംബത്തിന് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം നൽകിയിരിക്കുന്നത്. ആ ഉറപ്പിൽ ഈ കേസ് അവസാനിക്കുമോ? അവരുടെ സാമ്പത്തിക ബാധ്യതയല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒന്ന്, ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു പണം പിരിച്ചു, അതൊരു വിഷയം. മറ്റൊന്ന്, ഈ രണ്ട് മനുഷ്യരുടെ ജീവന സമാധാനം പറയണ്ടേ? ഈ പ്രശ്നം, ഈ സാമ്പത്തിക ബാധ്യത വിഷയമില്ലായിരുന്നുവെങ്കിൽ ഈ NM വിജയനോ അദ്ദേഹത്തിന്റെ മകനോ മരണപ്പെടില്ലായിരുന്നു. അപ്പോൾ അതിന് ഉത്തരവാദിത്വം ആര് പറയും? അത് ഈ ഒത്തുതീർപ്പിൽ വന്ന കോൺഗ്രസ് നേതാക്കൾ പറയുമോ? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒത്തുതീർപ്പ് ഇവരുണ്ടാക്കിയാൽ ഈ കേസ് അവസാനിക്കില്ലല്ലോ, അതങ്ങനെ നിൽക്കുകയല്ലേ? അതേ ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നതിൽ തന്നെ പ്രശ്നമുണ്ട്. ഈ ഒത്തുതീർപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഈ അർബൻ ബാങ്ക് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ, സഹകരണ ബാങ്ക് നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് നടത്തിയ വലിയ അഴിമതിയാണ്. ആ അഴിമതിയുടെ സ്ഥിതി എന്നുമാണ് ഏതായാലും KPCC ആ ഉറപ്പിലൂടെ നൽകുന്നത് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. ആ വിധത്തിൽ ആ നിയമപരമായ അല്ലെങ്കിൽ നിയമവാഴ്ചയെ തന്നെ അട്ടിമറിക്കുന്ന ഒരു നീക്കമായിട്ടാണ് KPCCയുടെ ഇടപെടലിനെ കാണാനാവുക. ആ വിധത്തിൽ പരാതികളും പോലീസിന് മുന്നിലുണ്ട് എന്നുള്ളതാണ്. ഇത് നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ 2021 ആ NM വിജയൻ ആ കത്തയച്ച സമയത്ത് ചെയ്തിരുന്നുവെങ്കിൽ ആ രണ്ട് ജീവനെങ്കിലും രക്ഷിക്കാമായിരുന്നു, അല്ലേ? അതെ, പക്ഷെ അങ്ങനെ തീർക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം വലിയ സാമ്പത്തിക ബാധ്യത പലർക്കായി വീതിക്കപ്പെട്ട് നൽകിയ. അല്ല, ഞാൻ പറയാണ്, ഇന്ന് കൊടുത്ത ഈ ഉറപ്പ് അന്ന് നൽകിയിരുന്നെങ്കിൽ ഒരു പരിധിവരെയെങ്കിലും രക്ഷപ്പെടുത്തുമായിരുന്നു, അല്ലേ? അതെ, എല്ലാ വിധത്തിലുള്ള സംരക്ഷണവും തങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നു കോൺഗ്രസ് നേതാക്കളുടെ വിശ്വാസം. ഈ വിധത്തിൽ നമുക്കറിയാം, ആദ്യഘട്ടത്തിലൊന്നും ഇതൊരു വാർത്തയേ ആയിരുന്നില്ല. ആ വിധത്തിൽ മറ്റ് എല്ലാവിധ പ്രിവിലേജും അവർക്ക് ലഭിക്കുന്ന സാഹചര്യമെല്ലാം ഉണ്ടായി. ഏറ്റവും ഒടുവിലാണ് ഒരു പ്രതിസ്ഥാനത്തേക്ക് ഇവർ വരികയും വലിയ സാമ്പത്തിക തിരിമറിയും അഴിമതിയെ സംബന്ധിച്ചുള്ള പ്രത്യക്ഷ തെളിവുകൾ പുറത്തു വരികയും എല്ലാം ചെയ്തത്. ആ ഘട്ടത്തിലാണ് ഇവർ കുഴപ്പത്തിലാവുന്നത്. അപ്പോഴും K സുധാകരന്റെയും VD സതീഷിന്റെയും എല്ലാം പ്രതികരണം നാം കണ്ടതാണ്. ആ വിധത്തിൽ നിസ്സാരവൽക്കരിക്കുന്ന ഒരു സമീപനമായിരുന്നു KPCC നേതൃത്വത്തിനുണ്ടായത്. IC ബാലകൃഷ്ണന് പ്രത്യക്ഷ പിന്തുണ നൽകുന്ന സമീപനം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നായി പൊതുയോഗം വിളിച്ച്, രാഷ്ട്രീയ വിശദീകരണ യോഗം വിളിച്ച് കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ ഉൾപ്പെടെ പിന്തുണ തനിക്കുണ്ടെന്ന് പ്രഖ്യാപിച്ചയാളാണ് IC ബാലകൃഷ്ണൻ, ND അപ്പച്ചൻ. ആ വിധത്തിൽ പരസ്യമായി പ്രതികരണം നടത്തുകയും ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുകയും ചെയ്യുകയായിരുന്നു. ഇതിനിടെയാണ് കാര്യങ്ങളെല്ലാം താറുമാറാവുകയും കോൺഗ്രസ് പ്രതിരോധത്തിലാവുകയും വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാവുകയും എല്ലാം ചെയ്തത്. അതേ തുടർന്നാണ് ഇങ്ങനെ ഒരു KPCC സമിതിയെ പോലും KPCC പ്രസിഡന്റ് പ്രഖ്യാപിക്കേണ്ട സാഹചര്യമുണ്ടായത്. അവർ ഈ പ്രശ്നത്തിൽ അന്വേഷണത്തിന് മൊഴികൾ ശേഖരിക്കാനുമായാണ് വയനാട്ടിലെത്തിയത്. എന്നാൽ അതൊരു ഒത്തുതീർപ്പ് സമിതിയിൽ തിരിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ട് ആ വിഷയത്തിലൊന്നും ഒരു പരിഹാരം, അല്ലെങ്കിൽ ഈ വലിയ അഴിമതിയെ സംബന്ധിച്ചോ സാമ്പത്തിക തിരിമറികളെ സംബന്ധിച്ചോ ഒന്നും തന്നെ ഒരു നടപടിയോ മറ്റോ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്ന് വരും എന്ന് പ്രതീക്ഷിക്കേണ്ടതില്ല. ഈ പ്രശ്നം താൽക്കാലികമായി എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് അവരുടെ ശ്രമം. ഏതായാലും അത് തന്നെയാണ് അവരുടെ ഭാഗത്തും തുടരുന്നത്. പരാതിക്കാരെ എല്ലാം സ്വാധീനിക്കാനുള്ള ശ്രമം നാം ഇന്നലെയും കണ്ടു. പലരും പരാതി പറയാനായി പോലീസ് സ്റ്റേഷനിൽ എത്തിയപ്പോൾ അവർ തിരിച്ചു കൊണ്ടുപോകുന്ന കോൺഗ്രസ് നേതാക്കളുടെ ഇടപെടലും കണ്ടു. ആ വിധത്തിൽ പരാതികൾ പോലീസിന് മുമ്പിൽ ലഭിച്ചിട്ടുണ്ട്. CPM ജില്ലാ കമ്മിറ്റി അംഗം സുരേഷ് കാലൂർ കേസ് അട്ടിമറിക്കുന്നതുമായി ബന്ധപ്പെട്ടൊരു പരാതി പോലീസ് സ്റ്റേഷനിൽ നൽകിയിട്ടുണ്ട്. പോലീസ് അതിൽ കേസെടുത്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ സംഭവബഹുലമായ ഒരു കാര്യങ്ങളായി ഈ NM വിജയന്റെ മരണത്തെ തുടർന്നുള്ള കാര്യങ്ങൾ നീങ്ങുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് IC ബാലകൃഷ്ണൻ ഒന്നാം പ്രതിയും, രണ്ടാം പ്രതി ND അപ്പച്ചൻ DCC പ്രസിഡന്റ്, മൂന്നാം പ്രതി KK ഗോപിനാഥൻ മുൻ കോൺഗ്രസ് നേതാവ് എന്നിവരെ ഉൾപ്പെടുത്തിയുള്ള ഈ ചാർജ് ഷീറ്റാണ്, കേസാണ്. ഏതായാലും അതിൽ നിർണായക നടപടികളുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ അവരെ ചോദ്യം ചെയ്യാനും മറ്റും വിളിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ട് അവരെല്ലാം ഒളിവിലാണ് എന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. അതേസമയം വിജിലൻസിന്റെ അന്വേഷണവും ഈ വിധത്തിൽ പുരോഗമിക്കുകയാണ്. വിജിലൻസ് കഴിഞ്ഞ ദിവസം വിശദമായ മൊഴികൾ പലരുടെയും പക്കൽ നിന്ന് രേഖപ്പെടുത്തിയിരുന്നു. കുടുംബത്തിന്റെ മൊഴിയും വിജിലൻസ് ശേഖരിച്ചിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യവുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങളിലാണ് വിജിലൻസിന്റെ അന്വേഷണം. ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവ വികാസങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ് IC ബാലകൃഷ്ണനും ND അപ്പച്ചനും. IC ബാലകൃഷ്ണൻ ബത്തേരിയിലെ കോൺഗ്രസ് MLA, ND അപ്പച്ചൻ വയനാട് DCC പ്രസിഡന്റ്, കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ്. ഇപ്പോൾ NM വിജയന്റെ ട്രഷററായിരുന്ന, DCCയുടെ ട്രഷററായിരുന്ന NM വിജയന്റെ മരണത്തിൽ
ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി പ്രതി ചേർത്തതോടെയാണ് ഇരുവരും മുങ്ങിയിരിക്കുന്നത്. ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ്. ഒപ്പം തന്നെ ഈ കേസിൽ അകപ്പെട്ടിട്ടുള്ള മറ്റ് ലോക്കൽ നേതാക്കളും മുങ്ങിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ പോലീസ് പുറകിലുണ്ട് എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കിയെടുക്കാം. അടുത്ത ദിവസം ഇവരുടെ മുൻകൂർ ജാമ്യമൊക്കെ കോടതികളുടെ പരിഗണനയിലേക്ക് വരുന്നുണ്ട്. ഒരുപക്ഷേ അതിനുവേണ്ടി കാക്കുകയായിരിക്കാം പോലീസ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കൃത്യമായ തെളിവുകൾ ശേഖരിച്ച് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നു.